മൈൻഡ് സെറ്റ്. എന്താണ് മൈൻഡ് സെറ്റ്? എങ്ങനെയാണ് മൈൻഡ് സെറ്റിനെ നമുക്ക് അനുകൂലമായി മാറ്റാൻ കഴിയുന്നത്? നമുക്കുണ്ടാവുന്ന ഓരോ അനുഭവങ്ങളെയും ഓരോ സാഹചര്യങ്ങളെയും എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് അതിനോട് നമ്മൾ പ്രതികരിക്കുന്നത് എന്നതാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. പ്രധാനമായും 2 തരം മൈൻഡ് സെറ്റാണുള്ളത്. ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ്, 2 ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇനി ഇങ്ങനെയൊക്കെ പോവുകയുള്ളൂ, ഞാൻ ഇങ്ങനെയാണ്, എനിക്കിതിനപ്പുറം ഒന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല, ഞാൻ നേടാനുള്ളതെല്ലാം നേടിക്കഴിഞ്ഞു, ഇതാണ് ഫിക്സഡ് മൈൻഡ് സെറ്റ്. എന്നാൽ എന്താണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്? എനിക്ക് വളരാൻ കഴിയും, എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, ഇനിയും എനിക്ക് പഠിച്ച് മുന്നേറാനുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഒരു ദിവസം വലിയൊരു യാത്ര കഴിഞ്ഞ് വന്ന് ടയേർഡായിട്ട് വീട്ടിൽ കിടക്കുകയാണ് എന്ന് വിചാരിക്കുക. നല്ല ക്ഷീണമുണ്ട്, എഴുന്നേറ്റ് വെള്ളം കുടിക്കണമെന്നുണ്ട്, പക്ഷെ വെള്ളം കുടിക്കാൻ എഴുന്നേൽക്കാൻ പോലും വയ്യ, അത്രയും ടയേർഡാണ്. അങ്ങനെ ടയേർഡായി കിടക്കുമ്പോൾ പെട്ടെന്ന് അതാ ബെഡിലൊരു പാമ്പ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ചാടി എഴുന്നേറ്റ് പുറത്തെത്തും അല്ലേ? എത്ര ഫാസ്റ്റായിട്ടാണ് നമ്മൾ പ്രതികരിച്ചത്. അപ്പോൾ നമ്മുടെ ക്ഷീണം എവിടെ പോയി? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആദ്യം നമ്മൾ ടയേർഡാണ് എന്ന് നമ്മുടെ മൈൻഡ് നമ്മോട് പറഞ്ഞു. അപ്പോൾ നമുക്ക് ടയേർഡ് ആയതുപോലെ അനുഭവപ്പെട്ടു, അങ്ങനെ ശരീരത്തിന് ക്ഷീണം സംഭവിച്ചു. എന്നാൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു പാമ്പ് വന്ന് വീഴുന്നു. അപ്പോൾ മൈൻഡ് നമ്മളോട് പെട്ടെന്ന് രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഓടി രക്ഷപ്പെടുന്നു. ഇവിടെ നമുക്ക് എനർജി നൽകിയത് നമ്മുടെ മൈൻഡ് തന്നെയാണ്, നമുക്ക് ക്ഷീണം നൽകിയതും നമ്മുടെ മൈൻഡാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മൈൻഡാണ് ഏറ്റവും പ്രധാനമായി നമ്മളെ സ്വാധീനിക്കുന്നത്.